മൂക്കിൽ പല്ല് മുളച്ചു അല്ലെങ്കിൽ കുഴിയിലേക്ക് എടുക്കാറായി എന്ന് പറയണ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ചാൻസ് വളരെ കുറവാണ്. ആരെ ബബിൾ റാപ്പൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രായത്തിലും പൊട്ടിക്കാണ്ടിരിക്കുക. ഇപ്രാവശ്യം നമുക്ക് നന്നായിട്ട് സീതപ്പഴം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ അമ്പലവും കാവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിറയെ വവ്വാലുണ്ട്. കഴിഞ്ഞ വട്ടവും ഞാൻ കവർ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണത്തിന്റെ കവർ എങ്ങനെയോ പോയിട്ടുണ്ടായിരുന്നു. അതാണ് വവ്വാല് കൊണ്ടുപോയത്. ഇപ്രാവശ്യം ഞാൻ എല്ലാം നല്ല ഭദ്രമാക്കിയിട്ട് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവൻ പഴുത്ത് കിട്ടുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അമ്മും ഭാര്യയും സീതപ്പഴം കഴിച്ചതിന്റെ കുരു കുഴിച്ചിട്ടുണ്ടായതാണ് കേട്ടോ ഈ ഒരു തൈ എന്ന് പറയുന്നത്. ആദ്യം ഉണ്ടായത് 2 ആണെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് 13 ഉണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അയ്യോ എല്ലാം ഇതിന് ചുറ്റോർക്കനെ നടന്ന് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വവ്വാല് കൊണ്ടുപോകാൻ അറിയില്ലല്ലോ. നമ്മുടെ അമ്പലത്തിന്റെ സൈഡിലായിട്ടേ കുറച്ച് വിങ്കാ റോസ് വെക്കാന്ന് വിചാരിച്ചു. എല്ലാവരും ഇപ്പോൾ വിങ്കാ റോസ് എന്നൊക്കെ ഇതിനെ പറയാ. നമുക്ക് പണ്ട് തൊട്ടേ ശവനാറിയാണ് കേട്ടോ. പണ്ടൊന്നും ഈ ചെടിക്ക് ഒരു വില ഉണ്ടായിരുന്നില്ല, എനിക്കടക്കം. പക്ഷെ ഇപ്പൊ എല്ലാവരും വിങ്കാ റോസ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. ഈസി മെയിൻ്റെനൻസ് ആണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പായുവിൻ്റെ കാർ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോകണമായിരുന്നു. അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാന്ന് വിചാരിച്ചു. കാറിൽ നല്ല ഉറക്കാണ് കേട്ടോ. ഈ കിടക്കണ കാറില്ലേ, ഈ കാറിൽ നിന്ന് ഒരു ചേട്ടൻ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു ചില്ല് താഴ്ത്താൻ. ചില്ല് താഴ്ത്തിയപ്പോൾ എന്നോട് ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിലുള്ള സന ബിനീഷ് അല്ലേന്ന്. അത് കേട്ടോടുകൂടി എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇത് അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അമ്മമ്മ കുട്ടികൾക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജയിച്ചതിന്റെ ചെലവാണ് ഇത്ര. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം എന്താണെന്നറിയോ? ഇതാണ് കേട്ടോ മഞ്ചാടി. ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ.